ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആലുവ കൊച്ചിൻ ബാങ്ക് കളമശ്ശേരി ബസ് റൂട്ടിൽ നിന്നും വെറും 400 മീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 5.14 സെൻറ്റ് സ്ഥലത്ത് 2424 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. കാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മതിൽ തന്നെ നൽകിയിട്ടുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വീട്. രണ്ടു വശത്തും റോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വലിയ SUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് 3.5 കിലോമീറ്ററാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ ഉണ്ട്. രാജഗിരി ഹോസ്പിറ്റൽ 5 കിലോമീറ്റർ, കാക്കനാട് ഇൻഫോ പാർക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളി 11 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വീട്ടിൽ കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. സിംഗിൾ പാളി മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് സ്പേസ് ആണ്. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു വശത്തായിട്ട് ബോട്ടം ടു സീലിംഗ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളതാണ് ഡൈനിങ് ഏരിയ. വാഷ് കൗണ്ടർ വരുന്നത് സ്റ്റെയറിനടിയിലായിട്ടാണ്. ഒരു ഐലൻഡ് ടൈപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്നൊരു ഡോറ് പുറത്തേക്ക് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തും ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നതായി കാണാം. അവിടെ ഒരു വാട്ടർ ഫൗണ്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ടെൻഡഡ് ഗ്ലാസ് ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വലിയ വർക്ക് ഏരിയ സ്പേസിന് കൂടി നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂം. മോഡേൺ ഡിസൈനുള്ള ജനലുകൾ നൽകിയിട്ടുണ്ട്. ഒരു വശത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. വലിയ വാർഡ്രോബ് ഒരു ഭാഗത്ത് കാണാം. നല്ല എലഗൻ്റ് ആയിട്ട് തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ്. ടഫൻഡ് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. കയറി വരുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പിലായിട്ട് ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത്. ഇവിടെ ഡബിൾ ഹൈറ്റിൻ്റെ ഭംഗി നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തും ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം സെയിം സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. വാർഡ്രോബും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയയും വലിയ മിററും എല്ലാം നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ എല്ലാ വർക്കുകൾ ഫിനിഷ് ആവുന്നതേ ഉള്ളൂ.
ഏകദേശം ഒരു 95% വർക്കുകളാണ് ഈ വീടിന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി കൂടി ആക്സസ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ആലുവ കൊച്ചിൻ ബാങ്ക് കളമശ്ശേരി ബസ് റൂട്ടിൽ നിന്നും വെറും 400 മീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ള ഒരു വില്ലയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 5.14 സെൻറ്റ് സ്ഥലത്ത് 2424 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്ററാണ് ദൂരം. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് 5 കിലോമീറ്ററാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട്. എടപ്പള്ളിയിലേക്ക് വരുന്നത് 11 കിലോമീറ്റർ ദൂരമാണ്. വീടിന് നമ്മുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,20,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട്